വളരെ വിശദമായി തന്നെ SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ് ഇവിടെ സംസാരിക്കും. ചില കാര്യം മാത്രം ചൂണ്ടിക്കാട്ടി ഞാൻ എൻ്റെ സംസാരം പെട്ടെന്ന് അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് കേരളത്തെ എടുത്ത് പരിശോധിച്ചാൽ, സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനത്തെ വലിയ പ്രാധാന്യത്തോടുകൂടി കാണുന്ന ജനങ്ങളാണ്. രാഷ്ട്രീയ പ്രവർത്തനം ഒരു നാടിൻ്റെ, രാഷ്ട്രത്തിൻ്റെ നന്മക്കാണ് എന്ന് കരുതി നിലകൊള്ളുന്നവരാണ് പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ. ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കണമെന്ന് നിശ്ചയിക്കാനുള്ള പരിപൂർണമായ അവകാശം ഓരോ പൗരനുമുണ്ട്. നിലവിൽ പ്രവർത്തിച്ചു വരുന്ന രാഷ്ട്രീയ പാർട്ടികളിലെ തെറ്റ് തിരിച്ചറിഞ്ഞ് അതിനെ ചോദ്യം ചെയ്ത് ജനാധിപത്യപരമായി അതിനെ തിരുത്താനുള്ള ശ്രമം പരാജയപ്പെട്ട് ആ രാഷ്ട്രീയ പാർട്ടിയെ കൈയൊഴിഞ്ഞ് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുക്കുന്ന നിരവധി പേർ നമ്മുടെ നാടിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലുണ്ട്. ഇവിടെ ഇപ്പോൾ നുസൂറും സ്റ്റാൻലിയുമെല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ ആ പാർട്ടിയിലെ തെറ്റിനെ നിരവധി തവണ ചൂണ്ടിക്കാണിക്കുകയും ജനാധിപത്യപരമായി അതിനെ തിരുത്താനുള്ള വലിയ ശ്രമം നടത്തുകയും ചെയ്തിട്ടും പരാജയപ്പെട്ട് ഇനി ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചു പോകുന്നത് കൊണ്ട് കാര്യമില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഒരുപാട് കാലം പ്രവർത്തിച്ച കോൺഗ്രസ് പാർട്ടി വിട്ട് CPIM-നെ തിരഞ്ഞെടുക്കാൻ തയ്യാറായിട്ടുള്ളത്. നിസൂർ യൂത്ത് കോൺഗ്രസിൻ്റെ കേരളമാകെ അറിയപ്പെടുന്ന ഒരു പ്രവർത്തകനാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റും ദേശീയ ഭാരവാഹി സ്ഥാനത്തൊക്കെ തന്നെ പ്രവർത്തിച്ച വ്യക്തി എന്നുള്ള നിലയിൽ വളരെ നേരത്തെ തന്നെ നമുക്കൊക്കെ പരിചയമുള്ള ആളാണ്. കേരളം പൊതുവെ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. എന്തുകൊണ്ട് CPIM തിരഞ്ഞെടുത്തു എന്നുള്ളത് നേരത്തെ തന്നെ നസൂർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നത്തെ പൊതുയോഗത്തിലും ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതുപോലെ നിരവധി പേരാണ് കോൺഗ്രസ് പാർട്ടിയിൽ വിശ്വാസമർപ്പിച്ച് പ്രവർത്തിച്ച് ആ പാർട്ടി പിന്തുടരുന്ന തെറ്റായ നിലപാടിൽ പ്രതിഷേധിച്ച് പാർട്ടിയെ കൈയൊഴിഞ്ഞ് പുറത്തേക്ക് വരുന്നത്. പ്രധാനമായും നമ്മളൊക്കെ നാട് മതനിരപേക്ഷമായി നിലകൊള്ളണമെന്ന് ആഗ്രഹിക്കുന്നത്. ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരായിക്കൊള്ളട്ടെ, മതരഹിതരായി നിലകൊള്ളുന്നവരായിക്കൊള്ളട്ടെ, നമ്മുടെ രാജ്യത്ത് സ്വസ്ഥവും സുഖകരവുമായ വിശ്വാസത്തെ പിൻപറ്റി ജീവിക്കുവാനുള്ള അവകാശം പൊതുവേ ഉണ്ട്. മതനിരപേക്ഷത അഥവാ സെക്യുലറിസം നിലകൊള്ളണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ. 2014 മുതൽ നമ്മുടെ രാജ്യത്ത് BJP ഗവൺമെന്റ് ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ 12 കൊല്ലം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ഇന്ന് വരെ കാണാത്ത ചില അപകടകരമായ പ്രവണതകളിലൂടെ കടന്നുപോയി. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന ഒരു സ്വിച്ചിട്ടാൽ ബൾബ് കത്തുന്നത് പോലെ പെട്ടെന്ന് സൃഷ്ടിക്കപ്പെട്ടതല്ല. നിരവധി ചർച്ചകളിലൂടെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണഘടന. ആ ഭരണഘടനയിലെ ജനാധിപത്യവും സെക്യുലറിസവും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ഇന്ന് വരെ കാണാത്ത നിലയിൽ അപകടകരമായ ആക്രമണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുക. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന നേരിടുന്ന ആക്രമണം രാജ്യവിരുദ്ധ ശക്തികൾ, രാജ്യത്തിന്റെ പുറത്തുള്ളവർ നടത്തുന്നതല്ല. രാജ്യം ഭരിക്കുന്നവർ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെ ആക്രമിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇതൊരുപക്ഷെ ലോകത്ത് തന്നെ മറ്റൊരു രാജ്യത്ത് കാണാൻ വേണ്ടി പറ്റാത്ത കാര്യമാണ്. രാജ്യം ഭരിക്കുന്നവർ
രാജ്യത്തിന്റെ ഭരണഘടനയെ ആക്രമിക്കുന്നു, ആ ഭരണഘടനാ തത്വങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നു. ഇപ്പൊ ഈ അടുത്ത ദിവസം, ഞാൻ വിശദീകരിക്കുന്നില്ല, ശിവപ്രസാദ് ഇവിടെ സംസാരിക്കും. CPIM പോലുള്ള പാർട്ടി വളരെ നേരത്തെ തന്നെ 90ന്റെ തുടക്കത്തിൽ തന്നെ ആവശ്യപ്പെട്ട സ്ത്രീകൾക്ക് പാർലമെന്ററി സ്ഥാനങ്ങൾ സംവരണം വേണമെന്നുള്ള ആവശ്യം നടപ്പിലാക്കാനെന്നുള്ള വ്യാജേന ഡീലിമിറ്റേഷനിലൂടെ അൺസയന്റിഫിക്കായി ദീർഘകാലം ഇനിയും ഇന്ത്യ ഭരിക്കണമെന്നുള്ള ശ്രമം നടത്താൻ BJP നടത്തിയ ഇടപെടലുകൾ നമ്മൾ കണ്ടതാണ്. അപ്പൊ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാൻ ഒരു മടിയും കാണിക്കാതെ BJP മുന്നോട്ട് പോകുന്നു. മതനിരപേക്ഷത ഇന്ത്യ ഉണ്ടായതിനു ശേഷം ഇന്ന് വരെ കാണാത്ത വെല്ലുവിളികൾ നേരിടുന്നു. പൗരത്വത്തിന്റെ നിർവചനത്തിൽ തന്നെ വലിയ നിലയിലേക്കുള്ള അപകടകരമായ കാര്യങ്ങൾ കുത്തിവെക്കുന്നു. ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൽ വിശ്വസിക്കുന്നവർ ഈ രാജ്യത്ത് ഇനി എത്ര കാലം ജീവിക്കുമെന്നുള്ള ഭയം സൃഷ്ടിക്കുന്ന നിലയിൽ നിയമങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. മതനിരപേക്ഷത ഇന്ത്യ ഇന്ന് വരെ കാണാത്ത വെല്ലുവിളികൾ നേരിടുന്നു. 12 കൊല്ലം നമ്മളിതാണ് കണ്ടത്. ഇതിനെതിരെ ഏറ്റവും ശക്തമായി പ്രതികരിക്കേണ്ട പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി, പ്രതിപക്ഷ നിരയിലുള്ള രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസ് പ്രതികരിക്കുന്നില്ല. ഇത്തരം വിഷയങ്ങൾ പാർലമെന്റിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ പലപ്പോഴും അവർ ഓടി ഒളിച്ചു. പൗരത്വ നിയമ വിഷയമായാലും മുത്തലാഖായാലും മറ്റു പല വിഷയങ്ങളായാലും നമ്മളത് കണ്ടതാണ്. കോൺഗ്രസ് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതൃനിരയിലിരിക്കുന്നവർ പോലും പാർലമെന്റിൽ സാന്നിധ്യമില്ലാതെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട കാലമായി. പല വിഷയങ്ങളിലും നിലപാടെടുത്തില്ല. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റുകളുണ്ട്, കർണാടക, തെലങ്കാന പോലുള്ള സംസ്ഥാനങ്ങൾ. BJP ഉയർത്തുന്ന നവ ഉദാരവൽക്കരണ നയത്തിനോ മതവർഗീയതക്കോ ഒരു ബദലാകാൻ കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റ് ഗവൺമെന്റുകൾ തയ്യാറാകുന്നില്ല. എന്നാൽ ഇടതുപക്ഷം ഭരിക്കുന്ന കേരളം ഇവയിലൊരു ബദലായി നിലകൊണ്ടു.